റോസ്ലിൻ, ഗംഗ റിവർ ആണോ പോണ്ടാണോ? ഗംഗ റിവർ. അയ്യേ, കേട്ടിട്ടില്ലേ? ഗംഗ ഇപ്പൊ പോണ്ട കേട്ടിട്ടില്ല. ഗംഗ ഇപ്പൊ പോണ്ട കേട്ടിട്ടില്ല. ആപ്പിളിന്റെ പട്ടി കടിച്ചിട്ടുണ്ടാവും. എന്തോ ആപ്പിളിന്റെ പട്ടി കടിച്ചോ? ആപ്പിളിന്റെ പട്ടി കഴിച്ച ഐഫോൺ ആവും. ആപ്പിൾ ഐഫോൺ അല്ല, ആപ്പിൾ ആവും. ആപ്പിൾ ബ്രാൻഡ് അല്ല, ആപ്പിൾ പേ ആവും. റോസ്ലിൻ, ഒരു can I say you something? റോസ്ലിൻ, can I say you something? നീതിപരമായിട്ട് സംസാരിക്കും. റോസ്ലിൻ, ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണേ, ആലോചിച്ച് മാത്രം ഉത്തരം പറയാട്ടോ. ഒരു വലിയ കാട്, അതിൽ ഒരുപാട് മൃഗങ്ങളുള്ള കാടാണേ. അപ്പൊ അവിടെ ഒരാള് കാട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറെ നാളായിട്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്, പോയിട്ട് വരാൻ വലിയ പാടായിരിക്കും, അപ്പൊ സൂക്ഷിച്ചൊക്കെ പോകണമെന്നാവും. അപ്പൊ പുള്ളി നേരെ കാട്ടിൽ പോയി, ഒരു മൃഗങ്ങളെ പോലും പുള്ളി ഒന്നും ചെയ്തില്ല. പുള്ളി തിരിച്ച് സർവൈവ് ചെയ്ത് വന്നു. എന്തുകൊണ്ടായിരിക്കും? എന്തോ കേട്ടില്ല. ജീവനുള്ളതാണോ? തെറ്റിപ്പോയി. ഉത്തരം പറയട്ടെ? മൃഗങ്ങളല്ല, കുട്ടി മുമ്പേ പറഞ്ഞ കല്യാണത്തിന് പോയേക്കല്ലേ. ആലോചിച്ച് മാത്രം ഉത്തരം പറയാൻ, കുറച്ച് ആലോചിക്കാനുള്ള ചോദ്യമായിരുന്നു അത്. ഇപ്പൊ ഒരു ടീമിനെ പട്ടി കടിച്ചിട്ടുണ്ടാവും. എന്തോ? ഒരു ടീമിനെ പട്ടി കടിച്ചിട്ടുണ്ടാവും. ഒരു ടീമിനെയാ? ഒരു ടീമിനെ പട്ടി കടിച്ച് എന്തുണ്ടാവും? ഞാൻ ആലോചിച്ച് എത്ര പറയാറുള്ളത്. എന്റെ ഒരു ക്വസ്റ്റ്യൻ, ചോദിച്ചോ. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ജുവാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ജുവാൻ അങ്ങനെയാണോ പേര്? ജുവാൻ എന്ന് പറയുന്ന പെൺകുട്ടി. ഓക്കെ, ഡെയിലി സ്കൂളിൽ പോയിട്ട് ബസ്സിൽ വരും. ഒരു ദിവസം ബസ് കിട്ടിയില്ല, പക്ഷെ ആ ദിവസം കുട്ടി വീട്ടിൽ വന്നില്ല. എന്തുകൊണ്ട്? ബസ് കിട്ടാത്തോണ്ട്. അല്ല, നേരത്തെ പറഞ്ഞില്ല, തലയിൽ ഇഷ്ടിക വീണു തട്ട കുട്ടി. അതാണ് ജുവാൻ.